ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങക്കറി ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്ക കേട്ടോ. ആദ്യം ചക്കക്കുരു നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 3/4 വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി മൊത്തം വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശരിക്കും ആദ്യം മഞ്ഞൾപ്പൊടി ഇടേണ്ടതായിരുന്നു, ഞാനത് മിസ്സാക്കി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഉടച്ച് കളയൊന്നും വേണ്ട. കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇളക്കിക്കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കടുകൊക്കെ വറുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ചെറിയ ഉള്ളി മിസ് ചെയ്യരുത് കേട്ടോ. എത്രത്തോളം ചെറിയ ഉള്ളി ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് ഇതിന് കൂടും. നിങ്ങൾ ഈ കറി ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ.